നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാന്നതിനെ കുറിച്ചുള്ള ഒരു അറബി കഥയിലെ ഒരു ചെറിയ കഥ പറയാം. പണ്ട് ഒരു അറബി ഗ്രാമത്തിൽ ഹസൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നും 2 കുടവുമായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിന്റെ അടുത്തേക്ക് പോകും. ഒരു കുടം പുത്തൻ കുടമായിരുന്നു. ഒന്നിന് കുറച്ച് വിള്ളലുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വെള്ളവുമായിട്ട് വരുമ്പോൾ വിള്ളലുള്ള കുടത്തിൽ നിന്ന് അല്പം വെള്ളം ഇങ്ങനെ ചിതറി പുറത്തേക്ക് വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ പുത്തൻ കുടം കുടത്തോട് പറഞ്ഞു, "നിന്നെക്കൊണ്ട് ഹസൻ ഒരു പ്രയോജനവും ഇല്ല. നിന്നെക്കൊണ്ട് നഷ്ടമാണെന്ന്" പറഞ്ഞു. അപ്പോ ഹസൻ പറഞ്ഞു, "നീ നോക്കൂ, ഈ വരുന്ന വഴിയിലുണ്ടായിരുന്ന ഈ പച്ചപ്പൊക്കെ ഈ കുടത്തിൽ നിന്ന് തെറിച്ച വെള്ളത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്." ഇവിടെ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ്. ചില ആളുകൾക്ക് ചില കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട്, നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുക. ആദ്യമായിട്ട് നമ്മൾ 5 കാര്യങ്ങൾ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അവരെ കേൾക്കാൻ തയ്യാറാകുക. ആരാകട്ടെ, അവർ പറയുന്നത് കേൾക്കാനും അത് വളരെ ശാന്തമായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുക. പിന്നെ എല്ലാവരോടും റെസ്പെക്ട് കാണിക്കുക. പലരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ റെസ്പെക്ട് കാണിക്കുക. പിന്നെ മറ്റൊന്ന്, സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ, ലളിതമായ രീതിയിൽ ആശയവിനിമയം നടത്തുക. അയാൾ ചിലപ്പോൾ പറയുന്നതിൽ കുറച്ച് ടോണൊക്കെ മാറ്റം ഉണ്ടെങ്കിലും അയാളോട് സിമ്പിളായിട്ട് നമുക്ക് പെരുമാറാൻ സാധിക്കുക. പിന്നെ മറ്റൊന്ന്, അവരെ സ്വീകരിക്കുക എന്നുള്ള അക്സെപ്റ്റൻസ്. അവിടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കാൻ തയ്യാറാവുക. മറ്റൊന്നാണ് എ ലിറ്റിൽ കൈൻഡ്നസ്. ഒരു ചെറിയ ദയ മറ്റുള്ളവർക്ക് കാണിക്കുക. അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കാം. ചിലപ്പോൾ അവരുടെ പെരുമാറ്റമൊക്കെ. അപ്പൊ അവരോട് സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ യാത്ര, അതായത് ഈ റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങൾ തുടർന്നു പോകുക എന്നുള്ളത് ഒരു യാത്രയാണ്, ഒരു ജേണിയാണ്. ഈ ജേണിയിൽ ചിലപ്പോൾ ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലർ വീഴും. അവിടുന്ന് എണീറ്റ് അത് ബന്ധങ്ങളെ ഉഷാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ നല്ല നിലയിൽ കൊണ്ടുപോയി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ.